നെസ്പ്രച്ചോടി പോകുന്നത് ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ആനിമി സീരീസിന്റെ സീസൺ 3 22ാമത്തതും അവസാനത്തെ എപ്പിസോഡാണ്. ഡോക്ടർ സ്റ്റോണിന്റെ സീസൺ 3 അങ്ങനെ അവസാനിക്കുകയാണ്. സോ ഇത് കഴിഞ്ഞിട്ട് സീസൺ 4 ഉണ്ട്. പക്ഷേ സീസൺ 4 ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇല്ലെങ്കിൽ ഞാൻ സീസൺ 4 ചെയ്യുന്നതല്ലായിരിക്കും. സോ അതുകൊണ്ട് തന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു വിശ്വസിക്കുന്നില്ല, നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. കാണിക്കുന്നത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആണെങ്കിൽ പെട്രിഫിക്കേഷൻ വെപ്പണും ഉണ്ട്, അതുപോലെ തന്നെ അത് മാറ്റാൻ വേണ്ടിയുള്ള റിവൈവൽ ഫ്ലൂയിഡും ഉണ്ട്. ആരെങ്കിലും നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഹീൽ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് നമ്മുടെ ക്രോം തന്നെ നമ്മുടെ സേക്ക് പറയുകയാണ് അവനെ തിരിച്ചു കൊണ്ടുവരേണ്ട സമയമായി. ഷീക്കിയോ സുക്കാർച്ച് കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ സുക്കാർച്ചയുടെ സിസ്റ്റർ ആയിട്ടുള്ള മീര ഹാപ്പി ആവുകയാണ്. ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നമ്മുടെ റിയൂഷി സേക്കിനോട് ചോദിക്കുകയാണ്, നിന്നെ ബാർക്ക് അറ്റാക്ക് ചെയ്ത സമയത്ത് നിന്റെ കയ്യിൽ ഒരു മുറിവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, നിന്റെ നെറ്റിയിലുള്ള ക്രാക്ക്, അത് പെട്രിഫിക്കേഷൻ വെപ്പൺ യൂസ് ചെയ്തിട്ട് അത് മാറ്റാഞ്ഞത്. സോ അത് ലിമിറ്റഡ് ആണ്. സേക്ക് പറയുകയാണ് നീ പറഞ്ഞത് കറക്റ്റാ, അത് അൺലിമിറ്റഡ് അല്ല, ലിമിറ്റഡ് ആണ്. ഇതിനും ബാറ്ററി എന്തോ ഒരു സോഴ്സ് ഉണ്ടോ എന്ന് നമ്മുടെ തൈജു ചോദിക്കുന്നു. എല്ലാ സംഭവത്തിലും എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു പവർ സോഴ്സ് കാണും എന്ന് നമ്മുടെ സീക്ക് പറയുകയാണ്. അതിൽ കുറച്ചും കൂടെ പവർ ഉണ്ടെന്നാണ് തോന്നുന്നത്. യൂസ് ചെയ്തിട്ട് സുക്കാർച്ചിനെ റിവൈവ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് നമ്മുടെ സേക്ക് പറയുന്നു. സേക്കുവിനെയൊക്കെ പെട്രിഫൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ ബാർക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. സോ ആ സമയത്ത് നമ്മുടെ ബാർക്ക് 5 മീറ്റേഴ്സ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, വെപ്പന്റെ അതിൽ പവർ ഇല്ലാത്തത് കൊണ്ട് തന്നെ 1 മീറ്റർ മാത്രമേ അത് വർക്ക് ആയിട്ടുള്ളൂ. നമ്മുടെ സേക്ക് പറയുന്ന സമയത്ത് അതിനൊരു സാധ്യതയില്ല എന്ന് നമ്മുടെ കിരാസ്വാമി പറയുന്നു. മാസ്റ്റർ പറഞ്ഞ കാര്യം നമ്മുടെ കിരാസ്വാമി ചിന്തിച്ചിട്ട് ഒരു മൗണ്ടൻ ഏരിയ ഒന്നും നമുക്ക് കല്ലാക്കി മാറ്റാൻ വേണ്ടി സാധിക്കത്തില്ല. ഇൻഫർമേഷൻസ് ഒക്കെ വെച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ ഡിവൈസിന്റെ പവർ ലിമിറ്റഡ് ആണെന്നാണ്. നമ്മുടെ സുക്കാർച്ചനെ റിവൈവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സേക്കു ബാക്കിയുള്ള ഒരു ബോഗിയാണ്. നമ്മുടെ സുക്കാർച്ചനെ ഐസിൽ വെച്ചിരിക്കുകയായിരുന്നു. സോ അത് തുറക്കുകയാണ് നമ്മുടെ സേക്കു. സുക്കാർച്ച ഇത് വർക്ക് ആകുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നിന്നെ പെട്രിഫൈ ചെയ്തിട്ട് ഞാൻ നിന്നെ ഉറപ്പായിട്ട് സേവ് ചെയ്തിരിക്കും. നമ്മുടെ സേക്കു നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ സുക്കാർച്ചനെ നോക്കി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സുക്കാർച്ചനെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ സേക്കു വന്നിരിക്കുകയാണ്. ഈ ഡിവൈസ് വർക്ക് ആവണേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിരായി വന്നിട്ട് ആ ഡിവൈസ് നമ്മുടെ സുക്കാർച്ചയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ തൈജു ആണെങ്കിൽ ആ പെട്രിഫിക്കേഷൻ ബീവിലേക്ക് കൈവെക്കുകയാണ്. കാരണം ഇരുട്ട് വന്നാൽ വെട്ട വരത്തുള്ളത് എന്ന് പറഞ്ഞ് കുറെ മണ്ടത്തിലൊക്കെ നമ്മുടെ തൈജു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ പേടിക്കുന്നുണ്ട്, അവരും കല്ലായിട്ട് മാറുമെന്ന്. സോ ഇതേ സമയത്ത് തന്നെ അവർ തന്നെ പറയുകയാണ് നമ്മുടെ റിവൈവൽ ഫ്ലൂയിഡ് ഉണ്ട്, കല്ലായിട്ട് മാറി നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും, ഇത് വർക്ക് ആവണം, എന്റെ ബ്രദർ എഴുന്നേക്കണം എന്ന് നമ്മുടെ മിരായി പറയുകയാണ്. തന്നെ നമ്മുടെ സേക്കു അതിൽ കൈവെക്കുകയാണ്. പെട്രിഫിക്കേഷൻ ബീം ഇങ്ങോട്ടും കൂടെ വന്നാൽ എന്റെ കൈ ഹീലാകും എന്ന് പറഞ്ഞാണ് നമ്മുടെ സേക്കു കൈവെക്കുന്നത്. 1 മീറ്റർ ഇൻ 1 സെക്കൻഡ് ഒരു ചെറിയ പെട്രിഫിക്കേഷൻ ബീം വരികയാണ്. സോ ഇതേ സമയത്ത് തന്നെ നമ്മുടെ സുക്കാർച്ചനെ കല്ലാക്കുകയാണ്. സോ അന്നേരം തന്നെ നമ്മുടെ സേക്കു റിവൈവൽ ഫ്ലൂയിഡ് ഒഴിക്കുകയാണ്. നമ്മുടെ സുക്കാർച്ച മൊത്തത്തിൽ തന്നെ ഹീലായിട്ട് തിരിച്ചു വരികയാണ്. ഇത് കണ്ട് മിരായി കരയുന്ന സമയത്ത് നമ്മുടെ സുക്കാസ വന്ന് സമാധാനപ്പെടുത്തുകയാണ്. സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ അവന്റെ ഫാമിലിയല്ലേ അവന് ഫസ്റ്റ് എന്ന് നമ്മുടെ റിപ്പോർട്ടർ നീ പോയി സംസാരിക്കുക എന്നുമായിട്ട് നമ്മുടെ റൂക്കിയെ തള്ളി വിടുകയാണ്. ഭയങ്കര അധികം സ്ട്രോങ് ആണല്ലോ എന്ന് നമ്മുടെ റിപ്പോർട്ടർ ചോദിക്കുന്നു. സോ ഇത് കേട്ട ക്രോം പറയുകയാണ് അവളും ഉരുളയുടെ സിസ്റ്റർ തന്നെയല്ലേ എന്ന്. ഇത് കേട്ട ക്രോഹാക്കു ആണെങ്കിൽ നമ്മുടെ ക്രോമിനെ അടിച്ച് ചപ്പാത്തിയുടെ ഉരുളയാക്കി എല്ലാവരും സമാധാനപ്പെടുത്തിയിട്ട് നമ്മുടെ സുക്കാർച്ച അടികൾ സേക്കുവിന്റെ അടുത്തേക്ക് വരികയാണ്. എന്താണുള്ളത്, എതിരെ ഇരിക്കുന്ന ആളെ നമ്മൾ അറ്റാക്ക് ചെയ്യണോ എന്ന് നമ്മുടെ സുക്കാർച്ച ചോദിക്കുന്നു. ഇപ്പോഴല്ലേ എഴുന്നേറ്റത്, തന്നെ കുറിച്ച് ചിന്തിക്കാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് മാട്സുക്കാർച്ചി ചോദിക്കുന്നു. നമ്മുടെ സേക്കു വരികയാണ് നമ്മൾ മൂണിലേക്ക് പോവുകയാണെന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ സുക്കാർച്ച തന്നെ ഷോക്ക് ആകുകയാണ്. പോകുന്ന സമയത്ത് ആരെങ്കിലും ഫൈറ്റ് ചെയ്യാൻ വന്നാൽ എന്നെ പോലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആളെ വേണം, അതല്ലേ സുക്കാർച്ച ചോദിക്കുകയാണ്. ഞാൻ വേറെ എന്ത് കാര്യത്തിനാണ് നിന്നെ റിവൈവ് ചെയ്യുന്നത് എന്ന് നമ്മുടെ സേക്കു സുക്കാർച്ചനോട് പറയുന്നത്. നമ്മുടെ കിന്നറ പറയുകയാണ് സുക്കാർച്ചയ്ക്ക് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയല്ലേ നീ പെട്ടെന്ന് തന്നെ വന്നിട്ട് അവനെ റിവൈവ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സേക്കുവിന് ഇങ്ങനെ കളയായിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കുന്നുണ്ട് ഇവരൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാരിയർ ആണ് എന്ന് മാട്സുക്കാർച്ച പറയുന്നു. പുള്ളി റിവൈവ് ആയി കഴിഞ്ഞിട്ട് എനിക്ക് നിന്റെ കൂടെ ഫൈറ്റ് ചെയ്യണം എന്ന് മാട്സുക്കാർച്ച പറയുന്നു. ഞാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാട്സുക്കാർച്ച തന്നെ ഒറ്റ സെക്കൻഡിൽ തന്നെ ഇല്ലാതാക്കുകയാണ്. നമ്മുടെ സുക്കാർച്ച തോൽവി സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാട്സുക്കാർച്ച അവന്റെ മുമ്പിൽ മുട്ടുകുത്തിരിക്കുകയാണ്. ഇത് കാണുന്ന സമയത്ത് നമ്മുടെ കീനറോ മൊത്തത്തിൽ ഇല്ലാതാക്കുകയാണ്. ഓൺലൈൻ ട്രെയിനിങ് മാട്സുക്കാർച്ചയ്ക്ക് കിട്ടിയ ഇവൻ ഇനി സ്ട്രോങ് ആകുമെന്ന് സുക്കാർച്ചയ്ക്ക് മനസ്സിലാകുകയാണ്. എന്റെ അടുത്ത് വന്നാൽ എനിക്ക് തടുക്കാൻ എന്റെ കയ്യിൽ ഗണ്ണുണ്ട് എന്ന് നമ്മുടെ പോലീസ്മാൻ പറയുകയാണ്. സുക്കാർച്ച വളരെയധികം സ്ട്രോങ് ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇല്ലാത്ത സമയത്ത് അവൻ ഈ വില്ലേജ് പ്രൊട്ടക്ട് ചെയ്തു നമ്മുടെ സുക്കാർച്ച പറയുകയാണ്. സയൻസിനെ എതിർത്ത് ഞാൻ ഒരുപാടധികം പാവങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇപ്പോഴാണ് നിങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്യുന്നത്. സുക്കാർച്ച പറയുന്ന സമയത്ത് പഴയ കഥയൊക്കെ നീ എന്തിനാ പറയുന്നത്, നമ്മളുടെ മൂണിലോട്ട് പോകുന്ന പ്രൊജക്റ്റിനെ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ സേക്ക് പറയുന്നത്. നമ്മുടെ സ്പീക്കർ വന്നിട്ട് സേക്കിനോട് പറയുകയാണ് നിന്റെ തലയിലിരിക്കുന്ന ക്രാക്ക് പോയിട്ടില്ല തന്നെ ഇരിക്കട്ടെ എന്ന് നമ്മുടെ സേക്കു പറയുന്നു. സേക്കു മാത്രം സ്റ്റൈലിഷ് ആയിട്ട് ഇരുന്നാൽ മതിയോ, എനിക്ക് സ്റ്റൈലിഷ് ആയിട്ട് ഇരിക്കട്ടെ. നമ്മുടെ എന്നാണെങ്കിൽ ബ്ലാക്ക് കളർ പെയിന്റ് ഉപയോഗിച്ചിട്ട് അവന്റെ മുഖത്ത് ക്രാക്ക് ഉള്ളത് പോലെ വരയ്ക്കുകയാണ്. നമ്മൾ മൂണിലേക്ക് പോയിട്ട് പെട്രിഫിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് കണ്ടുപിടിച്ച് അത് സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ നമ്മുടെ വാർ അവസാനിക്കുന്നുള്ളൂ. ഈ വാർ അവസാനിക്കുന്ന ദിവസം മാത്രമേ നമ്മുടെ വാറിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഈ മുഖത്തിലുള്ള ഈ ക്രാക്ക് മാർക്ക് നമ്മൾ മാറ്റത്തുള്ളൂ എന്ന് നമ്മുടെ ഗെന്ന് പറയുന്നു. നോക്കുന്ന സമയത്ത് തന്നെ എല്ലാ ആൾക്കാരും മുഖത്ത് ക്രാക്ക് പോലും വരയ്ക്കുക. നീ വിട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗെന്നാണെങ്കിൽ സുക്കാർച്ചയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. സുക്കാർച്ച എന്ന് ചിരിച്ചിട്ട് അവന്റെ മുഖത്തും ആ ക്രാക്കിന്റെ സിമ്പിൾ അവൻ വരയ്ക്കുകയാണ്. സ്ട്രോങ്ങസ്റ്റ് ഹൈസ്കൂളർ സുക്കാർച്ച ഇപ്പൊ കിൻഡോ സയൻസിനോട് ജോയിൻ ചെയ്തേ എന്നുമായിട്ട് എല്ലാ ആൾക്കാരും നമ്മുടെ സുക്കാർച്ച ഇടക്കണം അലക്കി. അടുത്ത മിഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരെ മൂണിലേക്ക് പോകുക എന്നുള്ളതാണ്. പക്ഷെ അതിനുവേണ്ടി ഒരുപാടധികം റിസോഴ്സ് നമുക്ക് വേണം. സോ അതെല്ലാം നമ്മുടെ ഈ വേൾഡ് ചുറ്റി നമ്മൾ കണ്ടുപിടിക്കും. ഒരു എക്സ്പ്ലോറർ വേണ്ട എന്ന് നമ്മുടെ ഗെന്ന് ചോദിക്കുന്ന സമയത്ത് നീ പോടാ, ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്രോം വരികയാണ്. മിക്കുള്ള ആൾക്കാരും പ്രൊജക്റ്റിന് വർക്ക് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് പോവുകയാണ്. നീ എനിക്ക് ദ്രോഹം ചെയ്ത സമയത്ത് ഞാൻ ഈ വാറിൽ തോറ്റു പോകുമെന്ന് ഞാൻ വിചാരിച്ചു. ലൈഫിൽ ചെയ്തതിൽ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് വിചാരിച്ചത് നിന്നെ റിവ്യൂ ചെയ്തെന്നാണ്. ഇപ്പോൾ അങ്ങനെയല്ല, നിന്നെ റിവ്യൂ ചെയ്തത് തന്നെയാണ് ഏറ്റവും
ബെസ്റ്റ് ഡിസിഷൻ എന്ന് നമ്മുടെ സുക്കാർച്ച പറയുന്നു. പിന്നീട് കാണിക്കുന്നത് മുഴുവൻ വേൾഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ അതിനുള്ള ട്രിപ്പ് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണെന്ന് പറയട്ടെ. എല്ലാ ആൾക്കാരുടെ റിസോഴ്സ് ഒക്കെ ഷിപ്പിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലേ നമ്മളുടെ ട്രിപ്പ് ആയിട്ട് വന്നത്. അന്നേരം തന്നെ വേറെ ട്രിപ്പിന് പോവുകയാണോ എന്ന് നമ്മുടെ ഗീനോ ചോദിക്കുന്നു. ഇന്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ പോകാൻ വേണ്ടിയാണ് എന്ന് നമ്മുടെ റിപ്പോർട്ടർ പറയുന്നു. ഇതേ സമയത്ത് തന്നെ നമ്മുടെ യൂസൂറിയുടെ കയ്യിലേക്ക് വേൾഡ് മാപ്പ് കൊടുത്തിട്ട് ഒരു 3D പ്രിന്റ് എടുക്കണമെന്ന് നമ്മുടെ സേക്ക് പറയുന്നു. ഇത് കണ്ടുകൊണ്ടല്ലേ നമ്മുടെ യൂസൂറിയും അതുപോലെ തന്നെ കാസ്കിക്കും പവർ കയറുകയാണ്. നല്ല കിഡിലായിട്ട് തന്നെ ഇവർക്ക് ഒരു 3D പ്രിന്റ് ചെയ്ത് കൊടുക്കാന്ന് ഇവർ രണ്ടുപേരും കൂടെ പറഞ്ഞിട്ട് ഇവരൊരു കിഡിലെ സംഭവം ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് എല്ലാവരെയും വിളിച്ചോണ്ട് വന്ന് ഇത് കാണിക്കുകയാണ്. സോ അതിനകത്തേക്ക് കയറി നോക്കുന്ന സമയത്ത് അല്ലേ നല്ല കിഡിലായിട്ട് തന്നെ അവർ അത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇത് കാണുന്ന സമയത്തേക്ക് എല്ലാവരും ഷോക്ക് ആവുകയാണ്. നമ്മുടെ സേക്ക് ഉൾപ്പെടെ സൂര്യ നിന്റെ ഹാൻഡിക്രാഫ്റ്റ് വർക്ക് കിഡിലാണ് എന്ന് നമ്മുടെ ഗെന്ന് പറയുകയാണ്. സ്റ്റോണേജ് കാലത്ത് ജീവിച്ചവരൊന്നും ഇതുവരെ മാപ്പ് കണ്ടിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഏതൊക്കെ സാധനങ്ങൾ ഏതൊക്കെ സ്ഥലത്തിൽ നിന്ന് കൃത്യമായിട്ട് എടുക്കണമെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈ 3D പ്രിന്റ് ഇവർ ഉണ്ടാക്കിയത്. നമ്മൾ പോകാൻ വേണ്ടി പോകുന്ന സ്ഥലങ്ങളിലെ ആൾക്കാരെയൊക്കെ നമ്മൾ റിവൈവ് ചെയ്യും. തിരിച്ചു വരുന്ന സമയത്ത് ആ സ്ഥലത്തിലെ ഇൻചാർജ് അവർക്ക് കൊടുക്കണം. അവിടെ പേര് ചേർന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് റോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ മുഴുവൻ വേൾഡിനെ റിവൈവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്ന് നമ്മുടെ സേക്കു പറയുന്നു. ഇന്ത്യ പോയതുകൊണ്ട് തന്നെ നമ്മുടെ ഇനി അൺലിമിറ്റഡ് റിവൈവ് ഫ്ലൂയിഡ് ഉണ്ട് എന്ന് കോഹാക്കു പറയുന്നു. ഒരുപാട് പേരെ റിവൈവ് ചെയ്തിട്ട് നമ്മൾ റോക്കറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ മൂണിൽ പോവുകയാണ്. സോ അതാണ് നമ്മുടെ അടുത്ത മിഷൻ. ഇത് കേൾക്കുന്ന സമയത്ത് എല്ലാ ആൾക്കാരും വളരെയധികം എക്സൈറ്റഡ് ആകുകയാണ്. നേരെ വരുന്നു നമ്മുടെ ഓക്കെ ഒരു കാര്യം ചിന്തിക്കുന്നത് നമ്മുടെ ഗെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പേരെ റിവൈവ് ചെയ്താൽ നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. നമുക്ക് അവരെ കൗണ്ട് ചെയ്ത് വെക്കാനും സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവർ നമുക്കെതിരെ തിരിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യുള്ളവന്മാരെ തീർക്കാനല്ലേ ഞാൻ ഇവിടെ ഉള്ളത് എന്നുമായിട്ട് നമ്മുടെ സുക്കാർച്ച അങ്ങോട്ട് വരികയാണ്. അടുത്ത ട്രാവൽ ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണെന്ന് നമ്മുടെ റിയൂഷി പറയുകയാണ്. കൊളംബസ് പുതിയൊരു കോണ്ടിനെന്റ് കണ്ടുപിടിക്കുന്നത് പോലാണ്. സോ അതുകൊണ്ട് തന്നെ ആരാദ്യം കോണ്ടിനെന്റ് കണ്ടുപിടിക്കുന്നു അവർക്കാണ് എന്റെ 100,000 ഡ്രാഗൻ 1000 എന്ത് ഡ്രാഗൻ എന്ന് നമ്മുടെ സുക്കാർച്ച ചോദിക്കുന്നു. സോ ഇതേ സമയത്ത് തന്നെ റിപ്പോർട്ടർ ആണെങ്കിൽ നമ്മുടെ റിയൂഷിനെ അവിടെ നിന്ന് കൊണ്ടുവരികയാണ്. പണക്കാരൻ പാവപ്പെട്ടവൻ എന്നൊന്നും പറയുന്നത് സുക്കാർച്ചയ്ക്ക് ഇഷ്ടമല്ല. എനിക്ക് പോലും നിന്റെ കുറെ മെത്തേഡ്സ് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ നീ അത്രയ്ക്ക് പന്നനല്ല, ഒരു ഗുഡ് ഗൈ തന്നെയാണ് എന്ന് നമ്മുടെ റിപ്പോർട്ടർ പറയുന്നു. നീ എന്നെ വെറുത്താൽ ഞാൻ ആരെയും വെറുക്കാൻ വേണ്ടി പോകുന്നില്ല. എനിക്ക് എല്ലാവരെയും വേണം, ഇൻക്ലൂഡിംഗ് സുക്കാർച്ച. പണം എന്ന് പറഞ്ഞ സംഭവം മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനമല്ല. ആശിക്കുന്ന സംഭവങ്ങൾ കിട്ടാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ്. അവൻ ആശിക്കുന്ന കാര്യം ചെയ്യുന്ന സമയത്ത് അവന് കിട്ടുന്ന പ്രതിഫലം നമ്മുടെ റിയൂഷി പറയുകയാണ്. സോ നമ്മുടെ റിയൂഷി പറയുന്ന കാര്യം നമ്മുടെ സുക്കാർച്ച കേൾക്കുന്നുണ്ട്. എല്ലാവരും കൂടെ ചേർന്നിട്ട് സയൻസിനോട് വർക്ക് ചെയ്തിട്ട് നമ്മൾ എല്ലാവരും രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് നമ്മുടെ റിയൂഷി പറയും. ഒരുപാട് പേരെ റിവൈവ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമുക്ക് ടൺസ് ഓഫ് ആൽക്കഹോൾ വേണം. ഫ്ലൂയിഡ് ഉണ്ടാക്കുന്നത് നൈട്രിക് ആസിഡും ആൽക്കഹോളും വെച്ചാണോ എന്ന് നമ്മുടെ യൂസൂറി ചോദിക്കുന്നു. വേറെ ഫ്രൂട്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ആൽക്കഹോൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ നമ്മുടെ കയ്യിൽ അത്രയും ഫ്രൂട്ട്സ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് എന്ന് പറയുന്നത് തന്നെ കോൺ എടുക്കാൻ വേണ്ടി പോകുന്നതാണ്. സോ ഈ കോണുള്ള സ്ഥലം വേറെ ഏതുമല്ല, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയാണ്. സ്ഥലത്ത് തന്നെ കുറെ കോൺ ഉണ്ടാക്കി നമുക്ക് ആൽക്കഹോൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്ന് നമ്മുടെ സേക്കു പറയുന്നു. ഇവിടുത്തെ കോൺ കിട്ടിയ 7 ബില്യൺ പീപ്പിൾസിനെ റിവ്യൂ ചെയ്യുന്നതും ഈസി ആയിരിക്കുമെന്ന് നമ്മുടെ സേക്കു പറയുന്നു. സേക്കൊന്നും എനിക്ക് പേടിയുണ്ടോ? എനിക്കറിയാം അതൊന്നും ഇല്ലെന്ന്. എന്നാലും നമ്മളാണെങ്കിൽ ഒരു തവണ സുക്കാർച്ചയുടെ ആർമിയുമായിട്ട് യുദ്ധം ചെയ്ത സമയത്ത് നമ്മളെല്ലാവരും വിചാരിച്ചു നമ്മളെല്ലാവരും മരിക്കുമെന്ന്. പക്ഷെ അതെല്ലാം എതിർത്ത് നിന്ന് നമ്മളിപ്പോൾ ഒരുപാടധികം യുദ്ധങ്ങളൊക്കെ നടത്തി ഇപ്പം നമ്മൾ ഒരുപാടധികം ആൾക്കാരെ റിവ്യൂ ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് നമ്മുടെ ഗെന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് കുറെ പേര് ചേർന്നിട്ട് ഇവർക്ക് ടാറ്റ കൊടുക്കുന്നതാണ്. സോ സേക്കും ടീമും കോൺ എടുക്കുന്നതിന് വേണ്ടി തന്നെ USA പോവുകയാണ്. ഭയങ്കരധികം എക്സൈറ്റഡ് ആയിട്ടാണ് ഉള്ളത്. കാരണം നമ്മൾ ലോകം ചുറ്റാൻ വേണ്ടി പോകുകയല്ലേ എന്ന് നമ്മുടെ ക്രോം പറയുന്നു. പോകുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നു എന്ന് നമ്മുടെ കൊഹാക്കു പറയുന്നു. ഒരു ദിവസം റോക്കറ്റ് ഉണ്ടാക്കി ഞാൻ ഔട്ടർ സ്പേസിലേക്ക് പോകുന്നത് നമ്മുടെ സേക്കുവിന്റെ കൊച്ചു വയസ്സുള്ള ഒരു വലിയൊരു ആഗ്രഹമാണ്. ആഗ്രഹം ഇപ്പൊ സത്യമാക്കിയാണ്. ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും ഇവരുടെ റിവൈവ് ഫ്ലൂയിഡ് ഉണ്ട്. സോ പിന്നെ ഇനി ഇവർ എന്തിനു വേണ്ടിയാണ് മോഡിലേക്ക് പോകുന്നതെന്ന്. കഷ്ടപ്പെട്ടിട്ട് ഇവരെല്ലാവരും റിവൈവ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. വൈമാൻ വന്നിട്ട് പെട്രിഫിക്കേഷൻ ബീം ഉപയോഗിച്ചിട്ട് ഇവരെല്ലാവരെയും കല്ലാക്കി മാറ്റും. പിന്നെ ഇവരെ റിവൈവ് ചെയ്യണം, പിന്നെയും കല്ലാക്കി മാറ്റും, പിന്നെ ഇവരെ റിവൈവ് ചെയ്യണം, പിന്നെയും കല്ലായിട്ട് മാറ്റും, പിന്നെ ഇവരെ റിവൈവ് ചെയ്യണം. പോലെ ഈ സൈക്കിൾ ഇങ്ങനെ തുടർന്നുകൊണ്ട് ഇത് മൊത്തത്തിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ വൈമാനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവർ മൂണിലേക്ക് പോകുന്നത്. ബാക്കി ജേർണി ആണെങ്കിൽ ഇനി സീസൺ 4 കാണണം. സീസൺ 4 ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഞാൻ ഇത് വീണ്ടും വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ സപ്പോർട്ട്. സീസൺ 4 3 കോറായിട്ടാണ് ഇവർ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് 2 കോർ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ അകത്തിലെ മൂന്നാമത്തെ കോർ ഇപ്പോൾ ഓൺ ഗോയിങ് ആണ്. മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് സീസൺ 4ന്റെ അകത്തിൽ 37 എപ്പിസോഡ്. സീസൺ 4 ആണ് ഈ സീരീസിന്റെ മൊത്തത്തിലുള്ള ഫിനാലെ. സോ ജൂൺ 18 ഈ സീരീസ് മൊത്തത്തിൽ എൻഡ് ആകാൻ വേണ്ടി പോകുന്നത്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായില്ലെങ്കിൽ ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. 37 എപ്പിസോഡ്സ് ഉണ്ട് സീസൺ 4 ആൻഡ് സീസൺ 4 ആണ് ആനിമയുടെ ഫിനാലെ. 37 എപ്പിസോഡ്സ് റിലീസ് ആയിട്ടില്ല. സോ ഈ മൊത്തം എപ്പിസോഡ്സ് റിലീസായി തീരുന്നത് ജൂൺ 18 ആകുമ്പോഴാണ്. ഇപ്പോൾ ഒരു 23-24 എപ്പിസോഡ്സ് ഓൾറെഡി റിലീസ്. അതെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം കമന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡ് വരുന്നതായിരിക്കും. ബൈ.